ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ചിലർ പറയുന്നത് കേൾക്കാം, ഞാൻ ഏണിങ്സ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല, ഞാനൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ്. പക്ഷേ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ആവശ്യപ്പെടുന്നവരാണെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ യൂട്യൂബിലൊരു ബിഗിനറാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ ചാനലിൽ വ്യൂസ് കൂടിയതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ മടിക്കാതെ എന്നും വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മൾ സമയമില്ല, അല്ലെങ്കിൽ ഇന്നിടണ്ട നാളെ ഇടാം അങ്ങനെയൊന്നും വിചാരിക്കില്ല. മിനിമം ഒരു ഷോർട്സ് എങ്കിലും നമ്മൾ ഇടേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്കൊരു ചാനലുണ്ടെന്ന് മറ്റുള്ളവർ അറിയണമെങ്കിൽ, മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനായിട്ട് നമ്മൾ പല പല കണ്ടൻറ്റുകൾ കണ്ടെത്തി നമ്മൾ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ നമുക്ക് തുടക്കക്കാരായതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് വ്യൂസിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നോക്കും, എത്രയായി അങ്ങനെയുള്ളൊരു ചിന്ത നമുക്ക് വരും. പക്ഷേ ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മളൊരു കാര്യമുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കാതെ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചില വീഡിയോസിന് നമുക്ക് വ്യൂസ് കൂടുതൽ കിട്ടാം, ചില വീഡിയോസിന് നമുക്ക് തീരെ വ്യൂസ് കുറവുമായിരിക്കും. അതുപോലെ തന്നെ ഈ വ്യൂസ് കുറവാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഈ തുടക്കക്കാർക്കുള്ള പ്രശ്നമാണ്. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഇത് അപ്ലോഡ് ചെയ്ത ടൈം തെറ്റായിപ്പോയി, അയ്യോ ഇത് ഡിലീറ്റ് ആക്കിയേക്കാമെന്ന് പറയും. അങ്ങനെ നമ്മളത് ഡിലീറ്റ് ആക്കുകയും ചെയ്യും. പിന്നീട് എന്നാർക്കും നാളെ ഇത് വീണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡോടെ വരും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം യൂട്യൂബിൽ ഒരു തവണ അപ്ലോഡ് ആയിട്ടുണ്ട് എങ്കിൽ അത് യൂട്യൂബ് ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതിനെപ്പറ്റി അവർക്ക് അറിയുകയും ചെയ്യാം. നമ്മൾ വീണ്ടും ആ ഡേറ്റ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ റീയൂസ്ഡ് കണ്ടൻ്റായിട്ട് തന്നെ യൂട്യൂബിന് വിലയിരുത്താനായിട്ട് സാധിക്കും. ഒരിക്കലും നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ആക്കുകയോ ആ ഡിലീറ്റ് ചെയ്ത വീഡിയോ പിന്നീട് വീണ്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇനി നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയാൽ അറിയാം നമ്മുടെ വ്യൂവേഴ്സ് ഏത് ടൈമിലാണ് എൻഗേജ്ഡ് ആവുന്നു എന്നുള്ള കാര്യം. ഒരു ടൈം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വ്യൂവേഴ്സ് എൻഗേജ്ഡ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കണം. നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് വ്യൂവേഴ്സ് എപ്പോഴാണ് എൻഗേജ്ഡ് ആയിരിക്കുന്നത് ആ ഒരു ടൈമിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന വീഡിയോസ്, അതായത് മറ്റൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം, ഷെയർ ചാറ്റ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ കിട്ടും. ആ വീഡിയോസ് നമ്മൾ ഡയറക്റ്റ് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് പോളിസിക്ക് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ടെർമിനേഷനായി പോകാനായിട്ട് സാധിക്കും. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒരുപാട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഈ ഷോർട്സിലൊക്കെ നമ്മൾ മ്യൂസിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മോണിറ്റൈസേഷൻ ആവാനായിട്ട് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. അത് അവർ കോപ്പിറൈറ്റ് പോളിസിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ഉപയോഗിച്ച് നമ്മുടെ ഷോർട്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷേ എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ഓൺ വോയിസ് ആയിട്ട് നമ്മൾ ഷോർട്സുകൾ ഇടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ യൂട്യൂബിൻ്റെ പോളിസി ആൻഡ് ഗൈഡ് ലൈൻ നമ്മളെപ്പോഴും പാലിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ അറിയത്തില്ല, എത്രയെങ്കിലും നമ്മൾ ഒത്തിരി എഫേർട്ട് ഇട്ടായിരിക്കും ഒരു വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൻ്റെ പോളിസി എന്താണ്, ഗൈഡ് ലൈൻ എന്താണ്, അവരെന്തൊക്കെ നിയമങ്ങളുണ്ട്, അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. കാരണം മറ്റൊരിടത്തിൽ നിന്ന് കിട്ടുന്ന വീഡിയോസ് അതൊന്നും നമ്മൾ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട്. ജൂലൈ 15 ശേഷം യൂട്യൂബിൻ്റെ പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെട്ടെന്നൊന്നും മോണിറ്റൈസേഷൻ ആവത്തും ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം കണ്ടൻറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത്, ഷോർട്സിൽ പതിയെ നമ്മളെ സൗണ്ട് കൊള്ളത്തില്ലെന്നോ
നമ്മുടെ സൗണ്ട് എന്താ സംസാരിക്കാൻ പാടാണെന്നൊന്നും ഓർത്ത് നമ്മൾ വീഡിയോസൊന്നും ഇടാതെ ഇരിക്കരുത്. മാക്സിമം നമ്മൾ ഓൺ വോയിസിൽ ചെയ്യാനായിട്ട് തന്നെ നോക്കുക. ഓൺ വോയിസ് ചെയ്യുമ്പോൾ ചിലവർ ചെയ്യാറുണ്ട്, മോളിൽ പോയി മ്യൂസിക് ആഡ് ചെയ്യും. യൂട്യൂബിൽ ആഡ് സൗണ്ട് കൊടുത്തിട്ട് മ്യൂസിക്കും നമ്മുടെ ഓൺ വോയിസോടെ കലർത്തി വിടുമ്പോഴത്തേക്കും അതും കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ മാക്സിമം നമ്മുടെ TV ഷോസ്, TV-യിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ആ ഡയറക്റ്റ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. കാരണം നമുക്കെതിരെ അവർ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബ് ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ലൈവ് പോകാനുള്ള ഓപ്ഷനുണ്ട്. ലൈവിലൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് നടത്തിയിട്ട് നമുക്ക് ലൈവിൽ നിന്ന് തന്നെ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട്, നമ്മുടെ വാച്ച് അവർ ഉണ്ടാക്കാനായിട്ടും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം, വീഡിയോസ് എന്നും അപ്ലോഡ് ചെയ്യുക, വ്യൂസ് മൈൻഡ് ചെയ്യാതിരിക്കുക. വ്യൂസ് കുറഞ്ഞെന്നും പറഞ്ഞ് വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. അബദ്ധവശാലെങ്ങാനും യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ആക്കിയ വീഡിയോ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. വ്യൂവേഴ്സ് എൻഗേജ്ഡ് ആയിരിക്കുന്ന ഏത് ടൈമാണോ ആ ടൈമിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ വീഡിയോസ് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യരുത്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ട് കാരണം ആണ്. നമ്മൾ യൂട്യൂബിൻ്റെ പോളിസി എന്താണോ, ഗൈഡ് ലൈൻ എന്താണോ, അതെല്ലാം നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. എത്രയൊക്കെ കാര്യങ്ങളുണ്ട് അതറിഞ്ഞിട്ട് വേണം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടും ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട്. പിന്നെ ഷോർട്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം നമ്മുടെ ഓൺ വോയിസിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ശുഭദിനം.